ക്രോസിംഗ്. വെൽക്കം ടു എൻഡോ ടു എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ 2ാമത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലെ രാജാജി നാഷണൽ പാർക്കിലാണ്. ഇവിടുത്തെ ജംഗിൾ സഫാരി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. 3200 രൂപയാണ് നമുക്ക് രാജാജി നാഷണൽ പാർക്കിലെ ഒരു ജംഗിൾ സഫാരി ചെയ്യുന്നതിന്. ജിപ്സിയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ജിപ്സിയുടെ റേറ്റ് പ്ലസ് അവിടുത്തെ എൻട്രി ടിക്കറ്റ് എല്ലാം കൂടെയാണ് നമുക്ക് ഈ വരുന്ന തുക. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ചെറിയ എന്തോ വ്യത്യാസമുണ്ട്, കുറച്ചുകൂടെ കൂടുമെന്ന് തോന്നുന്നു. രാജാജി നാഷണൽ പാർക്കിനെ പറ്റി നമ്മൾ നേരത്തെ തന്നെ അന്വേഷിച്ചിരുന്നു. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ സൈറ്റിംഗ് ഉണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തായാലും ടിക്കറ്റ് എടുക്കാൻ തന്നെ നമ്മൾ കുറച്ച് നേരം ബുദ്ധിമുട്ടി. കാരണം എന്താ വെച്ചാൽ ഇവരെന്തൊക്കെയാണെങ്കിലും ഇംഗ്ലീഷ് പറയുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പം നമുക്ക് അവരുടെ ഹിന്ദി കുറച്ചൊക്കെ ബുദ്ധിമുട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ച് റഫായിട്ടൊക്കെയാണ് അവർ സംസാരിച്ചതൊക്കെ. എന്തായാലും നമ്മളതൊന്നും വകവച്ചില്ല. നമ്മൾ നേരെ ടിക്കറ്റ് കുറച്ച് ടൈം എടുത്താണല്ലോ എടുത്തു. എന്നിട്ട് നമ്മൾക്ക് അലോട്ട് ചെയ്ത ജിപ്സിയിൽ നമ്മൾ കയറി രാജാജി നാഷണൽ പാർക്കിൻ്റെ എൻട്രി ഗേറ്റ് കടന്നു. ഇനി സൈറ്റിങ്ങിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. എന്തൊക്കെ കാണും എന്നുള്ള ഒരു ആകാംക്ഷയോടെയാണ് നമ്മൾ ഏതൊരു കാട്ടിൽ പോകുമ്പോഴും കിട്ടുന്ന ആ ഒരു അനുഭൂതിയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. മുന്നിലും പുറകിലുമൊക്കെ ആയിട്ട് ഒരുപാട് ജിപ്സികൾ പോകുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷ കൈവിടാതെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞതിന് ശേഷം ടിക്കറ്റിൻ്റെ റേറ്റ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. നമ്മളപ്പോൾ ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. പക്ഷേ അവർ ഭയങ്കര കുറച്ച് ചൂടായിട്ട് റഫായിട്ട് നമ്മളോട് ഹിന്ദിയിൽ ഭയങ്കര ഷൗട്ട് ചെയ്ത് പറയുന്ന പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. എന്തായാലും റാഷ് നമ്മുടെ ഒപ്പം ഉള്ളതുകൊണ്ട് തന്നെ അവന് കാര്യങ്ങൾ മനസ്സിലായി. അവന് കുറച്ച് ചീത്തയും കേട്ട് എന്തായാലും ടിക്കറ്റൊക്കെ അവൻ തന്നെ എടുത്തു തന്നു. ഏതായാലും നമ്മളതെല്ലാം കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഈ ജിപ്സികൾ മുന്നിലും പുറകിലുമായിട്ട് പോകുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എന്തായാലും കാട്ടുവഴിയിലൂടെ ഒരു നല്ലൊരു ജംഗിൾ സഫാരി ആസ്വദിച്ച് നമ്മൾ യാത്ര ചെയ്യണം. സഫാരി എന്ന് മാത്രം പറയാൻ പറ്റില്ല. നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ അതൊരു ഓഫ് റോഡിങ് എന്നുള്ള ലെവലിലേക്ക് കൂടെ മാറുന്നുണ്ട്. എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ പ്രതീക്ഷിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. നല്ല വരൾച്ചയുള്ളൊരു ടൈമാണ്. എങ്കിലും കാടിൻ്റെ പച്ചപ്പുകളൊന്നും മാറിയിട്ടില്ല. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത്. അതും ഈ ഒരു ലൊക്കേഷനൊക്കെ ആയിട്ട് ഒരുപാട് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്തു. കാടിൻ്റെ നിറം, അതുപോലെ തന്നെ കാടിൻ്റെ മണം, അതുപോലെ തന്നെ ക്ലൈമറ്റ്, ഇതെല്ലാം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആംബിയൻസ് ഒന്നും അല്ല കാടുകൾക്കും ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന ജിപ്സി എന്ന് വെച്ചാൽ 3 റോയാണ്. 3 റോ എന്ന് വെച്ചാൽ ഏറ്റവും ബാക്കിലൊരു റോ, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ, അതായത് ബാക്ക് സൈഡിലായിട്ട് 2 റോ ആയിട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. ഫ്രണ്ടിൽ ഡ്രൈവർ കൂടാതെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റും. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ കേരളത്തിലെ വനങ്ങളിലും ഇതുപോലുള്ള സഫാരികളുണ്ടെങ്കിൽ നല്ലതാണെന്ന് നമുക്ക് തോന്നി. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് വണ്ടികളൊക്കെ ഒതുക്കി നിർത്തിയേക്കുന്നത് കണ്ടത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സൈറ്റിങ് നമ്മൾ കണ്ടു. ആനയാണ്. നമ്മുടെ ഗംഗാ നദിയുടെ ഒരു കൈവഴിയായിട്ടുള്ളൊരു വലിയ ആറാണ്. പക്ഷേ വറ്റി വരണ്ട് കിടക്കുകയാണ്. അതിനകത്ത് കുറച്ച് ദൂരെയായിട്ട് ആനയെ കണ്ടു. ഒരാനയേ ഉള്ളൂ. വെള്ളം തേടിപ്പോയതാണെന്ന് തോന്നുന്നു. എന്തായാലും അതിനെ ശരിക്കൊന്നും കാണാൻ പറ്റിയില്ല. കുറേ ദൂരെ നിന്നാണ്. വണ്ടി സ്ലോ ആയിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. എന്തായാലും നമ്മളതിനെ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ വീണ്ടും ഹാപ്പിയായി അടുത്ത പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മൾ ജസ്റ്റ് കാടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഇങ്ങനൊരു കാഴ്ച കണ്ടുകൊണ്ട് തന്നെ വീണ്ടും എന്തൊക്കെയോ കാണാനിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം അതീവ ക്യൂരിയോസിറ്റിയോടെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. നമ്മൾ പോയ വഴിയിൽ തിരിഞ്ഞു നിന്ന് നമ്മൾ കാടിൻ്റെ ആ ഭംഗിയൊന്ന് ആസ്വദിച്ചു. അതിനിടയിലൂടെ നമ്മുടെ ജിപ്സി കടന്നു വരുന്ന കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. നല്ല ചൂടും വരൾച്ചയൊക്കെ നിൽക്കുന്നൊരു ടൈമിലാണ് നമ്മളിതിലേ പോയത്. അപ്പോഴും പച്ചപ്പൊന്നും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഒരു ഗോൾഡൻ കളറിനുള്ളിൽ ഇടയ്ക്ക് ഗ്രീൻ കളറുകൾ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. കാടിൻ്റെ ഒരു സ്റ്റൈലൊക്കെ കുറച്ച് മാറി മാറി വരുന്നുണ്ട്. എങ്കിലും കൂടുതലും നിരപ്പാണ്. നമ്മൾ കയറിയ കാടുകളിലൊക്കെ കൂടുതലും മലകളായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ ഫ്ലാറ്റായിട്ട് നിരപ്പാർന്നൊരു പ്രതലത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മളങ്ങനെ മുന്നോട്ട് പോയ ടൈമിൽ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ നിന്നൊരു സാമ്പാടികർ പോയി. പക്ഷേ അത് കറക്റ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പെരിയാർ പോയപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ആദ്യം നമ്മൾ കണ്ട സൈറ്റിങ് സാമ്പാടികറായിരുന്നു. പക്ഷേ നമുക്കതിനെ ക്യാമറയിൽ
എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇനിയും അടുത്ത എന്തെങ്കിലുമൊക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങുകയാണ്. സാധാരണ ഇങ്ങനെ കാടിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഒപ്പമുള്ള അവിടുത്തെ ഗൈഡ് അല്ലെങ്കിൽ ഡ്രൈവർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാടിനെ പറ്റിയൊക്കെ നല്ല വിശാലമായിട്ട് പറഞ്ഞു തരാറുണ്ട്. പക്ഷേ നമ്മുടെ ജിപ്സി ഡ്രൈവർ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ മൂകനായിട്ടിരുന്നാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മളെ കാഴ്ചകളൊക്കെ കണ്ടുപിടിച്ച് വേണം. അദ്ദേഹം ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് സ്ലോ ആയിട്ട് ആവശ്യം പറഞ്ഞാൽ നിർത്തിത്തരും, അതല്ലാതെ നിർത്തുക കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, ഭാഷയുടെ പ്രശ്നമൊക്കെ ആയിരിക്കാം. എന്തായാലും ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാലും വലിയ റെസ്പോൺസൊന്നും ഇല്ല. എന്തായാലും നമ്മൾ സ്വയം കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് ഒരു മാന് അതിലെ പോകുന്നുണ്ടത്. ഈ കരിയിലയുടെ കളറായതുകൊണ്ട് തന്നെ അതിനെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഒന്നല്ലായിരുന്നു, ഒന്നിൽ കൂടുതലുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നമ്മൾ വണ്ടി സ്ലോ ആക്കാൻ പറഞ്ഞപ്പോഴത്തേനും ഒരുപാടെണ്ണം ഓടുന്ന കണ്ടു. എന്തായാലും അത് നല്ലൊരു കാഴ്ചയായിരുന്നു. നമ്മളതും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പം നമ്മുടെ ഡ്രൈവർ പതിയെ മൂവ് ചെയ്ത് മുന്നോട്ട് പോയേനെ. എന്തായാലും ആ ഒരു കാഴ്ച കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. ചിലപ്പോൾ നമ്മൾ മലയാളത്തിൽ മാൻ എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മനസ്സിലാവുന്നത്. എന്തായാലും നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. വഴി നീളെ ഒരുപാട് ചിതൽപ്പുറ്റുകളുണ്ട്. കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കാടിൻ്റെ ആ ഒരു പ്രതീതി മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മുൻപിലായിട്ട് ഒരുപാട് വെള്ള നിറത്തിൽ എന്തോ പ്രദേശം കിടക്കുന്നത് കണ്ടു. ആദ്യം നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല, കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ നമ്മൾ വീണ്ടും മുന്നോട്ട് ഇറങ്ങും തോറും മനസ്സിലായി അതൊരു വറ്റി വരണ്ട ഒരു പുഴയാണെന്നുള്ള കാര്യം മനസ്സിലായി. അതിൻ്റെ പേര് നമ്മൾ ചോദിച്ചു, പക്ഷേ നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലായില്ല പറഞ്ഞതെന്താണെന്ന്. എന്തായാലും റിപ്പീറ്റ് ചെയ്ത് പറയാൻ അങ്ങേർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലയെന്ന് തോന്നി. അതുകൊണ്ട് നമ്മളും വലിയ മൈൻഡ് ചെയ്തില്ല. എന്തായാലും നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ വേനൽക്കാലത്ത് അത് കുറച്ച് പോലും വെള്ളം ഇല്ലാത്തൊരവസ്ഥയിൽ അതിനകത്തൂടെ വണ്ടി ഓടിക്കുന്നൊരു സ്റ്റേജ്, ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഇതിനകത്തൂടെ പോയപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇതിനകത്തൂടെ പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ടുകളും വെള്ളച്ചാലുകളൊക്കെ ചെറിയ തോതിലുണ്ടാവും. അപ്പോൾ ഈ വെള്ളച്ചാലുകളിലൊക്കെ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സൈറ്റിങ് കിട്ടാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനൊരു പാത്ത് ഉണ്ടാക്കിയേക്കുന്നത് നമ്മളങ്ങ് അനുമാനിച്ചു. എന്തായാലും നമ്മൾ ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മളത് കണ്ട് കേട്ട് മനസ്സിലാക്കി പോവാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ ഇങ്ങനെയുള്ള വെള്ളച്ചാലുകൾക്കിടയിലും അതിൻ്റെ സൈഡിലുമൊക്കെ ആയിട്ട് മൃഗങ്ങളുടെ കാഷ്ടങ്ങളും അതിൻ്റെ കാൽപ്പാടുകളും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് വെച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഏതായാലും നമ്മൾ ഈ പറഞ്ഞ നദിയിലെ അകത്തൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മൾ കയറിയ ടൈം അത്യാവശ്യം നല്ല ചൂടുള്ള ടൈമിലാണ് കയറിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നല്ല പൊടിയുണ്ട്. എങ്കിലും കാടിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകണം. വീണ്ടും വെള്ളച്ചാലുകൾ കണ്ടു. അതിനകത്ത് മീനുകളൊക്കെ ഉണ്ട്. തീർത്തും പറ്റാതെ അവിടെ ചെറിയ ചെറിയ ചാലുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനൊക്കെ അത് ഉപകരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എന്തായാലും നമ്മുടെ മിണ്ടാത്ത ആ ഡ്രൈവർ കൈ ചൂണ്ടി ഒരു കാഴ്ച കാണിച്ചു തന്നു. കുറച്ച് മേലെയായിട്ട് 2-3 മാൻ നിൽക്കുന്നുണ്ട്. കുറച്ച് ദൂരെയാണ്, നമുക്ക് ക്യാമറയിൽ അത്ര നല്ല രീതിയിൽ കിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറും വെച്ചാൽ ഈ പുല്ലുണങ്ങി നിൽക്കുന്നതിൻ്റെ കളറും മാൻ്റെ കളറും ഒക്കെ ഏകദേശം ഒരേ ഒരു കളർ കോഡായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാണാൻ പറ്റില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇവന്മാർ നിൽക്കുന്നത്. എന്തായാലും കുറച്ച് കഴിയുമ്പോഴും താഴേക്ക് ഇറങ്ങി വരുമായിരിക്കും. വെള്ളമൊക്കെ കുടിക്കാനും അതുപോലെ കുറച്ച് പുല്ലൊക്കെ ഉണങ്ങാതെ നിൽപ്പുണ്ട്. അതൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതായിരിക്കും. വീണ്ടും നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പം നമ്മളീ പോകുന്ന റൂട്ടിലും ഒരുപാട് മരങ്ങളൊക്കെ ഉണങ്ങി കരിഞ്ഞ് നിൽപ്പുണ്ട്. നമ്മൾ ഈ പെരിയാർ നദിയിലൂടെയൊക്കെ ബോട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ മരങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ, അതിൻ്റെ കുറ്റികളൊക്കെ പൊങ്ങി നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽപ്പുണ്ട്. വെള്ളമില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്തൂടെയുള്ള യാത്ര നല്ലതാണ്. ഇപ്പം മൃഗങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു ഓഫ് റോഡിങ് അല്ലെങ്കിൽ നല്ലൊരു സഫാരി നമുക്ക് ഇതിനകത്ത് ആസ്വദിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. എന്തായാലും നമ്മൾ വീണ്ടും മുന്നോട്ട് അടുത്ത സൈറ്റിങ് തേടി യാത്ര ചെയ്യുകയാണ്. ഗംഗയുടെ ഈ കൈവഴിയായിട്ടുള്ള ഈ നദിയിലൂടെ മുന്നോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ വെള്ളമൊന്നുമില്ല എങ്കിൽ പോലും മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനും നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നൊരു പുഴയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക്
ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ നിൽക്കുന്ന ഈ ഉണങ്ങിയ മരങ്ങളുടെ നടുക്കൂടെ പോകുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയാണ്. രാത്രി സമയങ്ങളിലൊക്കെ എന്തായാലും മൃഗങ്ങളൊക്കെ ഈ ഭാഗത്ത് ഉറപ്പായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല നിലാവുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ നല്ല ഫ്രെയിമിനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ. നമ്മളെന്തായാലും ഇതെല്ലാം കണ്ട് വീണ്ടും മുന്നോട്ട് ചലിക്കുകയാണ്. നമ്മളതിലെ വീണ്ടും ഇങ്ങനെ പോയ ടൈമിലാണ് അടുത്ത സൈറ്റിംഗ് ആയിട്ടുള്ള 2 സാമ്പാടിയറിനെ കണ്ടത്. സാമ്പാടിയർ രണ്ടും പുല്ല് തിന്നോ വെള്ളം കുടിക്കുകയോ അങ്ങനെന്തോ ചെയ്യുകയാണ്. ചെറിയ വെള്ളച്ചാലുകൾ അവിടെ കെട്ടിക്കിടക്കുന്നതിൻ്റെ അകത്താണ് വെള്ളം കുടിക്കുന്നതെന്ന് തോന്നുന്നു. അവിടെ നിറച്ചും ചതുപ്പാണ്. അവിടെ ഒരുപാട് ജീവികളുടെ കാൽപ്പാടുകളുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം രാത്രി സമയങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സമയങ്ങളിൽ ഇവിടെ ഒരുപാട് മൃഗങ്ങൾ വന്നു ചേരുന്ന ഒരു ഏരിയ തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ നീളെ ഈ ആനകൾ മുഴുവൻ മെതിച്ചിട്ടേക്കുന്നതും അതുപോലെ ആനപ്പിണ്ടങ്ങളും ഒക്കെ മുഴുവൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആനേനെ തന്നെയായിരുന്നു. അതുപോലെ ഇടയ്ക്ക് മാർക്കുകളൊക്കെ കണ്ടു. പക്ഷേ നമ്മുടെ ഡ്രൈവർ സ്ലോ ചെയ്യുകയോ അതിനെക്കുറിച്ച് പറയുകയോ ചെയ്തില്ല. സ്ലോ ചെയ്യാൻ പറഞ്ഞിട്ട് വലിയ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ നേരെ വിട്ടുപോയി. എന്തായാലും നമ്മളും അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് വീണ്ടും നീങ്ങുകയാണ്. നമ്മളങ്ങനെ പോയപ്പോൾ പെട്ടെന്ന് കാണാത്തൊരു കാഴ്ച കണ്ടു. നമ്മളിപ്പോൾ കാണുന്ന ആ മ്ലാവിൻ്റെ മേളിലായിട്ട് ഒരു മാന് എന്തോ നിൽപ്പുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ലായിരുന്നു. കുറച്ച് മേലെയായിട്ടാണ്. നമ്മളത് ആദ്യം കണ്ടില്ല. പിന്നീട് നമ്മൾ ക്യാമറയിലാണത് കണ്ടത്. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി. പുറകിൽ വരുന്ന വണ്ടിക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യാതെ നല്ല രീതിയിൽ പൊടിയൊക്കെ പറിച്ചാണ് പോയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറിക്കുന്ന പൊടി മുഴുവൻ ഓപ്പൺ വണ്ടി ആയതുകൊണ്ട് അവരുടെ ദേഹത്തും തലയിലും വായിലും എല്ലാം ആയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോഴത്തേനും ഒരു വാച്ച് ടവർ കണ്ടു. കുറച്ച് നേരം വണ്ടി അവിടെ നിർത്തിയിടും എന്ന് പറഞ്ഞു. എന്തിനാണെന്ന് മനസ്സിലായില്ല. അപ്പോഴേക്കും വണ്ടികളെല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ജിപ്സികൾ അവിടെ നിന്നു. ഒരു വാച്ച് ടവർ ഉണ്ടെങ്കിൽ അത്തരട്ടൊന്നും ആരും അങ്ങനെ കയറാൻ പോകുന്നത് കാണാത്തതുകൊണ്ട് നമ്മളും പോയില്ല. എല്ലാവരും വണ്ടിക്കകത്ത് തന്നെയൊക്കെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ ഒന്ന് മാറി ഫ്രണ്ടിലേക്ക് ഞാൻ കയറിയിരുന്നു. ഇനി വീണ്ടും അടുത്ത ഭാഗത്തേക്ക് പോയപ്പോൾ തന്നെ ഒരു ക്രോസിങ് കണ്ടു. അതും സാമ്പാടിയറായിരുന്നു. അതൊരു നല്ല കാഴ്ചയായിരുന്നു നമുക്ക് കിട്ടിയത്. നമ്മൾ ഈ സാമ്പാടിയറിനെ കണ്ടപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് പതിയെ എണീറ്റ് നിന്നപ്പോഴത്തേന് ഇത് പതിയെ കുറച്ച് നേരം നമ്മളെ നോക്കിയതിന് ശേഷം നമ്മുടെ ആ ഒരു സൈഡിലേക്ക് തന്നെയാണ് ഇത് പതിയെ മൂവ് ചെയ്ത് വന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സാമ്പാടിയറായിരുന്നു. അപ്പോൾ നമ്മളിതിനെ ഫോക്കസ് ചെയ്തല്ലേ നമ്മൾ ഇതിന് ഫുൾ അറ്റൻഷൻ കൊടുത്ത സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാടിനുള്ളിൽ തന്നെ മാൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സാമ്പാടിയർ നോക്കുന്നുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് 2 മാൻ അവിടെ നിൽക്കുന്നത് കണ്ടതും. വണ്ടി കുറച്ച് നമ്മൾ മുന്നോട്ടെടുത്തപ്പോഴത്തേനും ആ മാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമ്മുടെ ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നൊരു കാഴ്ചയും കൂടെ നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ വീണ്ടും മാൻ നമ്മുടെ സൈറ്റിങ്ങിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ സാമ്പാടിയറിലേക്ക് തന്നെ ഫുള്ള് ഫോക്കസ് ചെയ്തു. വണ്ടിയോ കാര്യങ്ങളൊക്കെ കണ്ട് നല്ല പരിചയമുള്ള പോലെ തോന്നി. കാരണം ഇത് ഓടാനോ രക്ഷപ്പെടാനോ ഒന്നും നോക്കുന്നില്ല. തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ്. നമ്മളും ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നുമില്ല. കുറച്ചുകൂടെ നമ്മൾ വണ്ടി മുന്നോട്ടെടുത്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ അതിനെ കിട്ടാൻ വേണ്ടി അപ്പോഴത്തേക്ക് നമ്മൾ ക്യാമറയൊക്കെ ഒന്ന് വൈഡാക്കി. അപ്പം കുറച്ച് നേരം നമ്മൾ നോക്കിയിട്ടൊരു ഒറ്റ ഓട്ടം ഓടി. ആ ഒരു റണ്ണിങ് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഫീലാണ് കിട്ടിയത്. പിന്നെ അത് കാടിനുള്ളിലേക്ക് ഓടി മറഞ്ഞങ്ങ് പോയിട്ടുണ്ട്. നമുക്ക് വീണ്ടും പ്രതീക്ഷകളുടെ ഒരളവ് വീണ്ടും വർദ്ധിച്ചു. ഇനി അടുത്ത് എന്താണ് കാണാൻ പോകുന്നത്? നമ്മൾ കാട്ടിൽ കയറുമ്പോൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ടൈഗറാണ്. നമുക്ക് പലപ്പോഴും ടൈഗർ മിസ്സായി പോയിട്ടുണ്ട് തൊട്ടടുത്ത് നിന്നൊക്കെ. എന്തായാലും വീണ്ടും അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. വന്ന സമയത്ത് കാടിൻ്റെ ഉള്ളിൽ അടുത്തൊരു വെള്ളച്ചാല് കണ്ടു. നമ്മൾ ആ വെള്ളച്ചാലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വീണ്ടും പ്രതീക്ഷയോടെ 2 സൈഡിലും നോക്കി. അവിടെ നമ്മൾ പലതരത്തിലുള്ള മൃഗങ്ങളുടെ കാൽപ്പാടുകൾ കണ്ടു. പക്ഷേ നമുക്ക് സൈറ്റിംഗ് ഒന്നും ആ ഭാഗത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയും പ്രതീക്ഷ കൈവിടാതെ ഇനിയും ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. എല്ലാവരും 4 സൈഡ് നോക്കിയാണ് പോകുന്നത്. ശരിക്കും കാട്ടിൽ കയറുന്ന സമയത്ത് മൃഗങ്ങളെല്ലാം കാണണം എന്നൊന്നും നിർബന്ധമില്ല. അത് മൃഗശാലയിലോ കൂട്ടിലോ കിടക്കുന്ന മൃഗങ്ങളല്ല. ചിലപ്പോൾ കാണാം, ചിലപ്പോൾ കാണില്ല. മാറ്റർ ഓഫ് ചാൻസ് മാത്രമാണ്. അതുപോലെ ഭാഗ്യവും കാര്യങ്ങളും മാത്രമാണ് മൃഗങ്ങളെ കാണുക എന്നുള്ളത്. എങ്കിലും കാട്ടിൽ കയറിയാൽ കാട് ആസ്വദിച്ച് പോകാൻ നമുക്ക് കഴിയണം. അതാണ് കാടിൻ്റെ ഒരു രീതി. നമ്മൾ കാടൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ആണ് പോകുന്നത്. ഈ ഒരു സഫാരിയുടെ പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മടുക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ 2-2.5 മണിക്കൂർ നമ്മൾ കാടിനുള്ളിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാടിൻ്റെ ഒരു പ്രതീതിയും നല്ലൊരു ആംബിയൻസും മൃഗങ്ങളെ കാണാനുള്ളൊരു സാധ്യതയും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ യാത്രയിൽ നിന്ന് കിട്ടും. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയ ടൈമിലാണ് ഫ്രണ്ടിലത്തെ ജിപ്സി
ഒതുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബേർഡ് വാച്ചിങ് ചെയ്യുന്ന ഒരാളാണ്. എന്തോ ഫേമസ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, ആരാന്ന് മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പോൾ മുപ്പരതിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമറ അത്രയും ഷൂട്ട് ചെയ്യാനുള്ള സൂമിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ജസ്റ്റ് കണ്ടു, എന്നിട്ട് വീണ്ടും നമ്മൾ മൂവ് ചെയ്തു. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും നമ്മുടെ സൈറ്റിങ്ങിലേക്ക് മാൻ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ടേ മാനിനെ കാണുന്നതുകൊണ്ട് ഇപ്രാവശ്യം കണ്ടപ്പോൾ മാനിന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മയിലിനെ കണ്ടിട്ടുണ്ട്. മയിലൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. വരൾച്ച ആവുന്ന സമയങ്ങളിൽ മയിലൊക്കെ ഒരുപാട് ഇറങ്ങുമെന്നൊക്കെ പറയുന്നേക്കാം. എന്താണാവോ, മയിലും നമ്മുടെ ഈ പോകുന്ന വഴിയിൽ 2 സൈഡിൽ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. അതുപോലെ ഈ കാട്ടിലും ഫുൾ ടൈം ഈ മയിലിൻ്റെ സൗണ്ടാണ് എന്നുള്ളതും നമുക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. വീണ്ടും നമ്മൾ മുന്നോട്ട് പോയപ്പോഴത്തേനും എന്തോ ജീവി ഓടുന്ന കണ്ടു. ആദ്യം നമുക്ക് എന്താണെന്നും മനസ്സിലായില്ല, പക്ഷെ നമുക്ക് മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ അതും മാനാണ്. ഒരു നല്ല ക്രോസിങ് നമ്മൾ പ്രതീക്ഷിച്ചു. ആ ക്രോസിങ് നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ജീവികൾ ഓടിച്ചുകൊണ്ട് വന്നാവാനും ചാൻസ് ഉണ്ട്, കാരണം കൂട്ടമായിട്ടൊന്നും അല്ലായിരുന്നു, ആകെ 2 എണ്ണം ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് കാടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി. ആ ഒരു ഭാഗം ഭയങ്കര ഭംഗിയുള്ളതായിരുന്നു, നല്ലൊരു കാഴ്ചയായിരുന്നു. അപ്പം സൺസെറ്റിൻ്റെ ഒക്കെ ഒരു സമയമാകുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഈ 2 സൈഡിലും കരികിലകളും അതിൻ്റെ അകത്ത് നല്ല തിങ്ങി നിൽക്കുന്ന മരങ്ങളും നല്ലൊരു ഭംഗിയുള്ള പാതയിലൂടെയാണ് നമ്മൾ വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചത്. എനിക്ക് ഈ മരങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു നമ്മുടെ ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. മൂന്നാറ്റിൽ നിന്ന് മറയൂർ ചെന്ന് മറയൂരിൽ നിന്ന് ചിന്നാർ പോകുന്ന ആ ഒരു ഭാഗത്തുള്ള ആ ഒരു വനത്തിൻ്റെയൊക്കെ പ്രതീതിയുണ്ട്. കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു മയിൽ പീലി വിടർത്തി നിൽപ്പുണ്ട്. പക്ഷേ ആ മയിൽ നമ്മളെ തീരെ മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതൊരു സൈഡിലേക്ക് നിൽക്കുകയാണ്. എന്തായാലും നമ്മളത് തിരിയുമോ എന്നുള്ള പ്രതീക്ഷയിൽ കുറേ നേരം നമ്മൾ നോക്കി നിന്നെങ്കിലും നമ്മളെ മൈൻഡാക്കാതെ അത് തിരിഞ്ഞ് പീലി താത്തി ഒരു സൈഡിലേക്ക് കയറിപ്പോയി. നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് നമ്മൾ മലയാളികളായതുകൊണ്ടാണോ എന്നറിയില്ല, തീരെ ആൾക്കാരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും തീരെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. എന്തായാലും നമ്മൾ അതൊന്നും കണക്കിലെടുക്കാതെ വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മളെ പീലി വിടർത്തി നിന്ന മയിൽ അങ്ങോട്ട് ചാടി കൂടി പോകുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയപ്പോഴത്തേനും കുറേ മാന് നിൽക്കുന്നുണ്ട്. മാനിൻ്റെ തൊട്ടടുത്തായിട്ട് മയിൽ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒരു നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. വീണ്ടും ചതുപ്പ് നിലങ്ങളിലൂടെ മുന്നോട്ട് യാത്ര തുടർന്നു. അപ്പോഴത്തേക്ക് ഒരു സൺസെറ്റിൻ്റെയൊക്കെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ യാത്ര കഴിയാറായി എന്ന് നമുക്ക് മനസ്സിലായി. അവിടെയും മയിലുകളും മാനുകളും ഒക്കെ കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. ഏതായാലും പ്രത്യേകിച്ച് വേറെ സൈറ്റിങ്ങുകളിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വൈകിട്ടോടുകൂടി നമ്മൾ രാജാജി നാഷണൽ പാർക്കിൻ്റെ നമ്മൾ കയറിയ ഗേറ്റിൻ്റെ അവിടെ തന്നെ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ആഴ്ച നമുക്ക് ഋഷികേശിലെ സ്റ്റേയും പിന്നെ ഗംഗയിലുള്ള റാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോകളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് കാണാം. ഗുഡ് ബൈ.